ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പർശിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ധാരാളം സംശയങ്ങൾ വിമുക്ത ഭടന്മാർക്കും ഫാമിലി പെൻഷനേഴ്സിനുമുണ്ട്. നവംബർ മാസത്തെ പെൻഷൻ പലർക്കും ലഭിച്ചിട്ടില്ല. ഇതിനുള്ള കാരണവും പോംവഴികളും എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്പർശിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനെ പറ്റി പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ലൈഫ് സർട്ടിഫിക്കറ്റ് നമ്മൾ സ്പർശിലേക്ക് മൈഗ്രേഷൻ ആകുന്നതിന് മുൻപ് സാധാരണയായി നവംബർ മാസമായിരുന്നു നൽകാറുണ്ടായിരുന്നത്. എന്നാൽ സ്പർശിൽ മൈഗ്രേഷൻ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പലർക്കും ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, നവംബർ മാസം പെൻഷൻ ലഭിക്കാത്തവരുടെ എല്ലാവരുടെയും ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് 31 ഒക്ടോബർ ആയിരുന്നിട്ടും 20 നവംബറിന് ശേഷമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് പലരും നൽകിയത്. ആയതിനാൽ നവംബർ മാസത്തെ പെൻഷൻ അവർക്ക് ലഭിച്ചിട്ടില്ല. സ്പർശിൽ എല്ലാ മാസത്തെയും പെൻഷൻ പ്രോസസ്സ് ചെയ്യുന്നത് അതേ മാസം 20-ാം തീയതി മുതലാണ്. അതുകൊണ്ട് 31 ഒക്ടോബറിന് ലൈഫ് സർട്ടിഫിക്കറ്റ് ഡ്യൂ ആയിരുന്നവർ നവംബർ 20-ന് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും പെൻഷൻ ലഭിക്കാതിരുന്നത്. ഇത് ശരിക്കും നമ്മൾ പെൻഷനേഴ്സിൻ്റെ അശ്രദ്ധ തന്നെയാണ്. കാരണം ഏത് മാസമാണോ നമ്മുടെ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ്, ആ മാസം 1-ാം തീയതി മുതൽ സ്പർശിൽ നിന്നും ഇത് സംബന്ധിച്ച മെസ്സേജ് നമുക്ക് ലഭിച്ചു തുടങ്ങും. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റിൽ സംശയമുള്ളവർ സ്പർശിൽ നിന്നും തങ്ങളുടെ പെൻഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ താഴെയായി ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ലൈഫ് സർട്ടിഫിക്കറ്റ് ഏത് മാസമാണോ ഡ്യൂ ഡേറ്റ്, പരമാവധി ആ മാസം തന്നെ അല്ലെങ്കിൽ അതിനടുത്ത മാസം 20-ാം തീയതിക്ക് മുൻപ് തന്നെ സ്പർശിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ലൈഫ് സർട്ടിഫിക്കറ്റ് സമയത്ത് തന്നെ നൽകിയിട്ടും പെൻഷൻ ലഭിക്കാത്തവരുണ്ട്. അതിനുള്ള കാരണങ്ങൾ: പലരും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് നമ്മുടെ നാട്ടിലെ അക്ഷയ, CSC പോലെയുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയാണ്. ഇതിൽ മിക്ക ഓൺലൈൻ സർവീസ് സെൻ്ററുകളും ലൈഫ് സർട്ടിഫിക്കറ്റ് ജീവൻ പ്രമാൺ വഴിയാണ് നൽകാറുള്ളത്. അങ്ങനെ നൽകുമ്പോൾ ചില ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ പെൻഷൻ ഡിസ്ബഴ്സിംഗ് ഏജൻസിയിൽ സ്പർശ് എന്ന് സെലക്ട് ചെയ്യാൻ വിട്ടുപോവുകയോ കഴിഞ്ഞ വർഷങ്ങളിൽ ബാങ്കിലേക്ക് നൽകിയ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ജീവൻ പ്രമാൺ ആപ്ലിക്കേഷനിൽ ഓൾറെഡി സേവ് ആയതിനാൽ അതിൽ തന്നെ വീണ്ടും നൽകുകയും ചെയ്യുന്നു. ഇതുമൂലം ചിലരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്പർശിൽ അപ്ഡേറ്റ് ആകാതിരിക്കുകയും അതുമൂലം പെൻഷൻ ലഭിക്കാതിരിക്കുകയും ചെയ്തു. ചില ബാങ്കുകളും മുകളിൽ പറഞ്ഞ രീതിയിൽ തെറ്റായി ലൈഫ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തത് മൂലം പെൻഷൻ നവംബർ മാസം ലഭിക്കാത്ത പെൻഷനേഴ്സും ഉണ്ട്. മാനുവലായോ ജീവൻ പ്രമാൺ വഴിയോ ആണ് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നതെങ്കിൽ കഴിവതും ലൈഫ് സർട്ടിഫിക്കറ്റ് ഡ്യൂ ആകുന്ന മാസം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ സാധിച്ചില്ലെങ്കിൽ അടുത്ത മാസം 10-15 തീയതിക്കുള്ളിൽ ഉറപ്പായും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. കാരണം മാനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റും ജീവൻ പ്രമാൺ വഴി നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റും സ്പർശിൽ അപ്ഡേറ്റ് ആകാൻ ചില സമയങ്ങളിൽ താമസമെടുക്കാറുണ്ട്. അതുപോലെ തന്നെ വിദേശത്തുള്ളവർ മാനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നാട്ടിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇന്ത്യൻ എംബസിയിൽ സൈൻ ചെയ്യിച്ച് സ്പർശിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ആകാതെ വരുന്നുണ്ട്. സാധാരണയായി MLC നമ്പർ മിസ്മാച്ച് എന്നാണ് കാണിക്കാറ്. ഇതിന് കാരണം നമ്മൾ MLC ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ തന്നെ വലതുവശത്തായി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നതാണ്. എന്നാൽ നമ്മൾ ഒരു തവണ MLC ഡൗൺലോഡ് ചെയ്തതിന് ശേഷം രണ്ടാമത് ആനുവൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന ഓപ്ഷനിൽ MLC എന്ന് സെലക്ട് ചെയ്താൽ നമ്മുടെ ആദ്യം ഡൗൺലോഡ് ചെയ്ത MLC ക്യാൻസൽ ആവുകയും പുതിയ MLC ജനറേറ്റ് ആവുകയും ചെയ്യുന്നു. പുതിയ MLCയുടെ സീരിയൽ നമ്പർ പുതിയ ഒരു നമ്പർ ആയിരിക്കും. ഈ MLCയുടെ അപ്ലോഡ് ചെയ്യേണ്ട ഇടത്ത് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത MLC അപ്ലോഡ് ചെയ്താൽ അത് സ്പർശ് അക്സെപ്റ്റ് ചെയ്യില്ല. പലർക്കും ഇത് സംബന്ധിച്ച് ഇപ്പോഴും സംശയം കാണും. MLC സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡെമോ വീഡിയോ ഉടൻ തന്നെ ചാനലിൽ പ്രതീക്ഷിക്കാം. വിദേശത്തുള്ളവരിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്പർശിൽ നൽകാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർ സഹായത്തിനായി xarmyMalayalam@gmail.com എന്ന ഇമെയിൽ ID-യിൽ മെയിൽ ചെയ്യുകയോ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.